വീണ്ടും ഇറാന് നേരെ ഭീഷണി മുഴക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. ഇറാൻ US ചർച്ച 5 മണിക്കൂർ വൈകി ആരംഭിച്ചതിന് പിന്നാലെയാണ് ട്രംപ് ഇപ്പോൾ ഭീഷണി മുഴക്കി രംഗത്ത് വരുന്നത്. അതായത് ഇത്തരത്തിൽ ഇറാൻ ഈ ചർച്ചയ്ക്ക് വഴങ്ങിയില്ല എങ്കിൽ വലിയ രീതിയിൽ ആക്രമണം നടത്തുമെന്നും ഈ യുദ്ധം തുടരുമെന്ന ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാനിൽ ഇറാനും അമേരിക്കയും തമ്മിൽ നിർണായക ചർച്ചകൾ ആരംഭിച്ച വേളയിലാണ് ഇത്തരത്തിലൊരു ഭീഷണി ഇവിടെ മുഴക്കുന്നത്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ അത്ഭുതപൂർവമായ ആക്രമണം നടത്തുമെന്നതാണ് ഇപ്പോൾ ഭീഷണിയിൽ പറയുന്നത്. അമേരിക്ക വാഗ്ദാനങ്ങൾ പാലിക്കണമെന്നും അതുപോലെ തന്നെ ലെബനനെതിരായ ഇസ്രായേൽ ആക്രമണം നിർത്തണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർണായകമായ സമാധാന ചർച്ചകൾ പാകിസ്ഥാനിൽ ആരംഭിച്ചിരിക്കുകയാണ്. അതേസമയം 5 മണിക്കൂറോളം വൈകി ആരംഭിച്ച ചർച്ചയെക്കുറിച്ച് ചോദിച്ച മാധ്യമ പ്രവർത്തകരോടാണ് ഇത്തരത്തിൽ ഭീഷണി മുഴക്കി ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത്. ചർച്ച തുടരുകയാണ് എന്നും എന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ ട്രംപ് ആകട്ടെ ഈ ചർച്ച പരാജയപ്പെട്ടാൽ ഇറാന് മേൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ മാരകമായ ആക്രമണം നടത്തുമെന്ന ഭീഷണിയാണ് മുഴക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ് ഇസ്ലാമാബാദിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം സംസാരിക്കുകയും ഇറാനെ അവിടെ തകർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് എന്ന് ട്രംപ് വിശേഷിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഇറാന്റെ ഭാവി എന്താണ് എന്ന് താൻ പറയുമെന്നും ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കുമെന്നും സമാന്തരമായി തന്നെ മറ്റ് എണ്ണക്കപ്പൽ കൂടി വരുമെന്നാണ് ഇപ്പോൾ ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇറാന്റെ സഹകരണത്തോടെ അല്ലാതെയോ ഹോർമുസ് കടലിടുക്ക് ഉടൻ തന്നെ അവിടെ എണ്ണക്കടത്തിനായി തുറന്നു കൊടുക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങളും പാലങ്ങളെല്ലാം തന്നെ തകർക്കാനുള്ള പദ്ധതികൾ US തയ്യാറാക്കിയിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഇറാനെ പൂർണ്ണമായും തകർക്കുമെന്ന തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ ഇവിടെ US പടക്കപ്പലുകൾ സജ്ജമാക്കിയിട്ടുണ്ട് എന്നും പടക്കപ്പലുകളിൽ അത്യാധുനിക ആയുധങ്ങൾ നിറയ്ക്കുകയാണ് എന്നും സമാധാനം ഉണ്ടായിട്ടില്ല എങ്കിൽ അവ ഫലപ്രദമായി തന്നെ ഉപയോഗിക്കുമെന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു ഭീഷണിയാണ് ട്രംപ് ഇവിടെ മുഴക്കിയിരിക്കുന്നത്. അതേസമയം അമേരിക്ക തങ്ങൾ വാഗ്ദാനങ്ങൾ ലംഘിക്കാതിരുന്നാൽ മാത്രമേ ചർച്ചകൾ കൊണ്ട് ഗുണമുണ്ടാകൂ എന്നതാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.